തിരൂർ പറവണ്ണയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ പൂട്ട് തകർത്ത് സ്വർണവും പണവും കവർച്ച നടത്തിയ കേസിൽ രണ്ടുപേർ പിടിയിൽ. പാണ്ടിക്കാട് മോഴക്കല്ല് സ്വദേശി പട്ടാണി അബ്ദുൽ അസീസ് എന്ന ബാവ, കണ്ണൂർ അഴീക്കോട് സ്വദേശി സുബൈദാസ് വീട്ടിൽ റെനീസ് എന്നിവരെയാണ് തിരൂർ പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബറിലാണ് പറവണ്ണ മുറിവക്കയിലിൽ വടക്കേ ഇടിവെട്ടിയകത്ത് മുഹമ്മദ് ഷാഫിയുടെ വീടിന്റെ വാതിലിന്റെ പൂട്ട് പൊളിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 25 പവൻ സ്വർണ്ണാഭരണങ്ങളും 30,000-ഓളം രൂപയും കവർച്ച നടന്നത്. തുടർന്ന് ജില്ലയിൽ മോഷണ കേസുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിരൂർ ഡിവൈഎസ്പി PP ഷംസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ തിരൂർ, പൊന്നാനി, പെരുമ്പടപ്പ്, താനൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് റിപ്പോർട്ടായ മോഷണ കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ജില്ലക്കകത്തും പുറത്തുമുള്ള മുൻ കേസുകളിലെ പ്രതികളെയും മോഷണം മുതൽ വാങ്ങാൻ സാധ്യതയുള്ളവരെയും കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുന്നത്. പിടിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ പിടികൂടുന്നതിന് അന്വേഷണം ഊർജിതമാക്കി. ഇവരിൽ നിന്നും മോഷണ മുതലുകൾ കണ്ടെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനും തുടരന്വേഷണങ്ങൾക്കുമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും. പിടിയിലായ അസീസിന് മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി മോഷണം, ബൈക്കിൽ കറങ്ങി സ്ത്രീകളുടെ മാല പൊട്ടിക്കൽ ഉൾപ്പെടെ 30ഓളം കേസുകളും, റെനീസിന് ലഹരിക്കടത്ത്, മോഷണം ഉൾപ്പെടെ 4ഓളം കേസുകൾ നിലവിലുണ്ട്. പ്രദേശത്ത് നടന്ന മറ്റ് മോഷണ കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മലപ്പുറം SPS ശശിധരൻ IPS, തിരൂർ ഡിവൈഎസ്പി PP ഷംസ് എന്നിവരുടെ നേതൃത്വത്തിൽ തിരൂർ ഇൻസ്പെക്ടർ MK രമേശ്, SIമാരായ ക്ലീറ്റസ് CM, ഉണ്ണികൃഷ്ണൻ എന്നിവരും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് അന്വേഷണം നടത്തുന്നത്. ഈസ്റ്റ് ലൈവ്, തിരൂർ.